ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിൽ യമുനാ തീരത്ത് സാംസ്കാരിക സമ്മേളനം നടത്താൻ അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിനും ദില്ലി വികസന അതോറിറ്റിക്കും ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ വിമർശനം. ചട്ടങ്ങൾ ലംഘിച്ച് പരിപാടിക്ക് അനുമതി നൽകിയത് ആരാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ട്രൈബ്യൂണൽ ചോദിച്ചു. ഹർജിയിൽ നാളെ ഉത്തരവുണ്ടായേക്കും. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നാണ് സൂചന. ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ 35ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നദീതീരത്ത് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സന്നദ്ധ സംഘടന സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിനെയും ദില്ലി വികസന അതോറിറ്റിയെയും ദേശീയ ഹരിത ട്രിബ്യൂണൽ വിമർശിച്ചത്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി യമുനാ തീരത്ത് പരിപാടി നടത്താൻ അനുമതി നൽകിയത് ആരാണെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചോദിച്ചു. നദീതീരത്ത് പാലം പണിയാൻ സംഘാടകർ അനുമതി നൽകിയിരുന്നുവെന്നും പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്തിയതാണോ എന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സ്വതന്ത്രകുമാർ കേന്ദ്ര സർക്കാരിനോടും ദില്ലി വികസന അതോറിറ്റിയോടും ആരാഞ്ഞു. നീർത്തടത്തിൽ വ്യാപകമായി മണ്ണിട്ട് നികത്തിയതിൽ വിശദീകരണം നൽകണമെന്നും ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ മണ്ണിട്ട് നികത്തിയതായി അറിവില്ലെന്നായിരുന്നു ദില്ലി വികസന അതോറിറ്റിയുടെ മറുപടി. ഹരിത ട്രിബ്യൂണൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നാളെ മറുപടി നൽകും. പരിപാടിക്ക് സംഘാടകർ ദില്ലി പോലീസിന്റെയോ ഫയർഫോഴ്സിന്റെയോ അനുമതി തേടിയിരുന്നില്ലെന്ന് ദില്ലി സർക്കാർ ഹരിത ട്രിബ്യൂണലിനെ അറിയിച്ചു. അതേസമയം ഒരു മരം പോലും വെട്ടിയിട്ടില്ലെന്നും ഈ മേഖലയെ ജൈവ വൈവിധ്യ പാർക്കായി മാറ്റുമെന്നുമായിരുന്നു ശ്രീ രവിശങ്കറിന്റെ പ്രതികരണം. सब लोग मिलजुल के इसका करें, हम पर्यावरण को हम दोषित नहीं करेंगे. मैं आपसे फिर से कहूंगा, हमने एक पेड़ भी नहीं काटे वहां जहां तक मेरी जानकारी में है. मेरे जानकारी के पीछे कुछ हुआ हो तो मैं जाके उसका मैं अभी तक नहीं कटा. ഹർജിയിൽ നാളെ ഹരിത ട്രിബ്യൂണൽ വിധി പുറപ്പെടുവിക്കും. റിപ്പോർട്ടർ, ദില്ലി.